ഇന്നത്തെ പത്രങ്ങളിൽ ഒരു ചിത്രമുണ്ട്. നരേന്ദ്രമോദി ഉക്രൈനിലെത്തിയപ്പോൾ സെലൻസ്കിയും മോദിയും കൂടി നിൽക്കുന്നൊരു പടം. എത്ര വിനീത വിധേയനായി ആശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമന്ത്രി മോദിയിൽ ദർശിച്ച സെലൻസ്കി ആ ചിത്രം വാസ്തവത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഒരു രാജ്യം നരേന്ദ്രമോദിയെയും ഇന്ത്യയും നോക്കിക്കാണുന്നത് എന്ന സന്ദേശം ആണ് നൽകുന്നത്. അങ്ങനെയല്ലേ വസുധ? ആണ്. നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പറയുന്നത് നമ്മുടെ രാജ്യം, അതായത് ഭാരതം, വിശ്വഗുരു എന്നുള്ള തരത്തിലേക്ക് വളരും. അതായത് എല്ലാ ലോക രാജ്യങ്ങൾക്കും ഒരു വഴികാട്ടിയായി, സമാധാനത്തിന്റെ സന്ദേശവുമായി, കലഹങ്ങളില്ലാത്ത ഒരു ലോകം എന്നുള്ള ഒരു സ്ഥാനം ഭാരതം അലങ്കരിക്കും എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കളും ഇതിനെ പരിഹസിച്ചത് വിശ്വഗുരു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ കളിയാക്കി. അതായത് കുരു എന്നാണ്. ഇപ്പോഴും ചില ആളുകളൊക്കെ അവരുടെയൊക്കെ പ്രസംഗത്തിൽ കളിയാക്കുന്നുണ്ട്. അപ്പൊ അതിനെ തെറ്റിദ്ധരിച്ചു. രാജ്യത്തിനെ പറഞ്ഞത് മോദി തന്നെ വ്യക്തിയിലേക്ക് അത് ചുരുക്കി. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ പല മാധ്യമങ്ങളും, പല ദേശീയ മാധ്യമങ്ങളും സാറ് പറഞ്ഞ ഈ സംഭവത്തിന് അതേ രീതിയിൽ അവർ കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാവും. തീരെ ഹതാശനായ, അതായത് പ്രതീക്ഷയറ്റ്, മറ്റാരിലും പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷയറ്റ് നിൽക്കുന്ന, നീണ്ടുപോകുന്ന യുദ്ധത്തിൽ വളരെ ക്ഷീണിതനായ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഒരേ ഒരു ആശാകിരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി വിചാരിച്ചാൽ നടക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഹതാശയായി നിന്ന് ഒരു കുഞ്ഞനിയൻ വലിയേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മൾ കാണുന്ന പല ചിത്രങ്ങളിലും. പോളണ്ടിൽ നിന്നും 10 മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്താണ് മോദി ഈ സ്ഥലത്തേക്ക് എത്തിയത്. സത്യത്തെ മാത്രമല്ല, നരേന്ദ്രമോദി ലോകത്തിന്റെ ശാന്തി ദൂതനായി മാറും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഇദ്ദേഹം പോളണ്ടിൽ നിന്നും കീവിലേക്ക് യാത്ര തിരിച്ച ദിവസം റഷ്യ എയർ സ്ട്രൈക്ക് സ്റ്റോപ്പ് ചെയ്തു. കീവിലേക്ക് നിരന്തരമായി എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിൽ ആക്രമണം, എയർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരുന്ന റഷ്യ നരേന്ദ്രമോദി പോകുന്നത് വരെ എയർ സ്ട്രൈക്ക് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചാൽ സീസ് ഫയർ, വെടിനിർത്തൽ 2 ദിവസത്തേക്ക് നിർത്തിയതാരാ? റഷ്യ. അമേരിക്ക പറഞ്ഞിട്ട് അനുസരിച്ചില്ല, ലോക പോലീസ് പറഞ്ഞിട്ട് അനുസരിച്ചില്ല. മോദി ആവശ്യപ്പെട്ടില്ല നിർത്തണമെന്ന്. മോദി പുട്ടിനോട് പറഞ്ഞില്ല ഞാൻ വരുമ്പോൾ ഇതൊക്കെ നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതുമില്ല. പക്ഷേ ഇന്ത്യയോടും മോദിയോടുമുള്ള റഷ്യയുടെ പ്രതിബദ്ധതയും സ്നേഹവും ബഹുമാനവും വിശ്വാസവും അംഗീകാരവും അതാണ് ഈ 2 ദിവസത്തെ യുദ്ധം നിർത്തിയപ്പോൾ കൂടി കലാശിച്ചത്. ഇത് സ്വാഭാവികമായിട്ടും സെലൻസ്കിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ പല ലോക നേതാക്കളും സഹായമായിട്ടൊക്കെ വന്നെങ്കിലും ഒന്നും നടന്നില്ല. പലയിടത്തും ഇദ്ദേഹം സഹായസ്ഥമായിട്ട് പോയി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, ഇതിനൊരു ഒരു സമാധാനം നമുക്ക് പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കാത്തത് കൊണ്ട് ഇനി പ്രതീക്ഷ മോദിയിലാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം ഇദ്ദേഹം റഷ്യയിൽ പോയിരുന്നു, പുട്ടിനെ കണ്ടിരുന്നു. അന്നുള്ള നമ്മൾ ചിത്രങ്ങളും വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എത്ര സുദൃഢമായ ബന്ധമാണ് പുട്ടിനുമായി നരേന്ദ്രമോദി പുലർത്തുന്നത് എന്ന് നമ്മൾ കണ്ടു. രാജ്യവുമായിട്ട് മറ്റ് പല മേഖലകളിലുള്ള സഹകരണം, സഹായം, ഈ കാര്യങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്തു. അന്നും പുട്ടിനെ മുഖത്തേക്ക് മോദി പറഞ്ഞു സമാധാനമാണ് പ്രധാനം, യുദ്ധം ചെയ്യലല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് അദ്ദേഹത്തോടും പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും സെലൻസ്കിക്ക് അറിയാം പുട്ടിനോട് ഇപ്പോ ലോകരാജ്യത്ത് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നമുക്ക് അഭിമാനിക്കാം, ഭാരതീയർ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാം. ഇന്നേ വരെ ഈ എൻ്റെ ജീവിത കാലഘട്ടത്തിനിടയിൽ ഇത്തരത്തിൽ ഭാരതീയ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു അഭിമാനം ഉണ്ടായ നിമിഷം ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ രാജ്യം അംഗീകരിക്കപ്പെടുക, ലോക രാജ്യങ്ങളിലും 2 രാജ്യങ്ങൾ തമ്മിൽ നിരന്തരമായി യുദ്ധം നടക്കുന്നു. ലോക രാജ്യങ്ങളൊന്ന് UN ഇടപെടുന്നു, ആർക്കൊക്കെ ഇടപെടണം അവരെല്ലാം ഇടപെട്ടു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയിലും ഇന്ത്യയിലും വലിയ പ്രതീക്ഷ ഇവര് നൽകുന്നതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ വിശ്വഗുരു എന്നുള്ള തരത്തിലേക്ക് രാജ്യം വളർന്നു വരികയാണ്. അതിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് നരേന്ദ്രമോദിയാണ്. അതാണ് ഈ 2 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ
കാരണക്കാരായി. പിന്നെ വിശ്വശാന്തിക്കായിട്ടുള്ള ഒരു ഭാരതത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഒരു വലിയ സമാധാനത്തിന്റെ സന്ദേശവുമായിട്ടാണ് പ്രധാനമന്ത്രി മോദി അവിടെ എത്തിയിട്ടുണ്ടാകുക. അതെ, സ്വാഭാവികമായിട്ടും സമാധാനത്തിന്റെ പിന്നെ ഒരുപക്ഷെ നോബൽ സമ്മാനം പോലും ലഭിക്കാൻ തക്കമുള്ള അദ്ദേഹത്തിന് ഈ ഒരു ഇൻസിഡന്റ് മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പൊ മുൻകാല ചെയ്തികളൊക്കെ വെച്ച് നോക്കുമ്പോഴും ഈ നിലവിളികൾ ഉയരുന്ന ഭാഗത്തേക്ക് ഇദ്ദേഹം പോകാറുണ്ട്. ഒരുപക്ഷെ പിന്നെ പല ആരോപണങ്ങളും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പുള്ള ഇന്ത്യക്കകത്ത് തന്നെ ചില സംഭവവാസങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ പേരിൽ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ കാണാറുണ്ട്. അത് തെറ്റും ശരി അവിടെ നിൽക്കട്ടെ. പക്ഷെ പിന്നീട് നമ്മൾ കണ്ട ഒരു മോദി എന്ന് പറയുന്നത് ഈ വിശ്വശാന്തിക്കായി നിലകൊള്ളുന്ന വസുധൈവ കുടുംബകം എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ ഒരു പ്രമാണത്തിന് അനുകൂലമായിട്ടുള്ള ചിന്താധാരകൾ ലോകമെമ്പാടും പറന്ന് ഇതെത്തിച്ചുകൊണ്ടാണ് മോദി ഇന്ത്യയുടെ സ്വാധീനം ലോകശക്തികൾക്കിടയിൽ വ്യാപിപ്പിച്ചത്. അപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് വാസ്തവത്തിൽ ഇപ്പോൾ 10 മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്ത് യുദ്ധഭൂമിയിലെത്തുകയും അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും ഒരു പിന്തുണയുമായി അദ്ദേഹം എത്തിയത്. അതിന് വളരെ സ്വാഭാവികമായ പ്രതികരണം എന്നുള്ള നിലയിലാണ് റഷ്യയിൽ നിന്ന് നമ്മൾ ഈ 2 ദിവസത്തെ അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ കൂടി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണത്. അത് ഒരു പക്ഷേ ഈ യുദ്ധം തീരാനുള്ള ഒരു സാഹചര്യം പോലും സൃഷ്ടിച്ചേക്കുന്നതിന്റെ ആദ്യ നടപടി ആയിക്കൂടെ? തീർച്ചയായിട്ടും. കാരണം ഇനി അധികകാലം ഈ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം യുദ്ധം ചെയ്യുന്ന ഇരു രാജ്യങ്ങളിലും നരേന്ദ്രമോദി പോയി കഴിഞ്ഞു, ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളൊക്കെ ഇരു നേതാക്കളോട് ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി വേണ്ടത് ഇവർ രണ്ടുപേരെ അപ്പുറം ഇപ്പുറം ഇരുത്തി ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത്. അത് വലിയ ദൂരത്താണ് എന്ന് തോന്നുന്നില്ല. അല്ല, അത്തരം കാര്യങ്ങൾ കൂടി ഈ യാത്രയിൽ അദ്ദേഹം ഈ വിസിറ്റിൽ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ടാവും. അല്ല, നരേന്ദ്രമോദിയും ഈ നേതാക്കളുമായിട്ടല്ല ഉദ്ദേശിച്ചത്. സെലൻസ്കിയും പുടിനുമായി ഇരിക്കേണ്ട ഒരു സാഹചര്യം. അല്ല, അതിനൊരു അനുകൂല സാഹചര്യം ഒരുക്കുന്നതിന്റെ ആദ്യ പടി ആണ്. തീർച്ചയായിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് അതിലേക്കാണ്. അതാണ് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് അവരുടെ തർക്കനിർദ്ദർന്മാർ വേണമെങ്കിൽ ഒരു മധ്യസ്ഥനായിട്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി അതിൽ സഹകരിച്ചേക്കും. കാര്യം അദ്ദേഹത്തിന്റെ എപ്പോഴും ഉള്ള ശ്രമം എന്ന് പറയുന്നത് യുദ്ധം ഒഴിവാക്കിയുള്ള സമാധാനത്തോടുള്ള രാഷ്ട്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ചെയ്യും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു സെലൻസ്കി മോദിയോട്. അതായത് അങ്ങ് ന്യൂട്രൽ നിലപാട് സ്വീകരിക്കരുത് എന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും പറയുന്നത് പോലെ നമുക്കത് നോക്കാം, അപ്പുറം അതല്ല വേണ്ടത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട മോദി പറഞ്ഞത്, ഞാൻ ഒരു പക്ഷത്തിന്റെ ആളല്ല, എൻ്റെ പക്ഷം സമാധാനത്തിന്റെ പക്ഷമാണെന്ന് പറഞ്ഞത്. അപ്പോൾ സമാധാനത്തിന്റെ പക്ഷം, പീസിന്റെ പക്ഷം പിടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ സന്ദേശമാണ് മോദിയിൽ കൂടി സെലൻസ്കി കൊടുത്തത്. പുടിനോട് കണ്ടപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ യുദ്ധം ഒന്നിനും ശാശ്വത പരിഹാരമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ യുദ്ധം ചെയ്യുന്നവർക്കും അറിയാം. പക്ഷേ ചില പ്രശ്നങ്ങളുടെ പേരിൽ അവർ യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ രണ്ടുപേർ തമ്മിൽ ഈ കലഹം ഉണ്ടാകുമ്പോൾ, സംഘർഷം ഉണ്ടാകുമ്പോൾ, ഇവർ രണ്ടുപേരും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ രണ്ടുപേർക്കും ഗുണകരമായിട്ടുള്ള ഒരാളിനെ കിട്ടിയാലേ അത് സാധ്യമാവുള്ളൂ. അമേരിക്ക പോയി കഴിഞ്ഞാൽ അമേരിക്ക വേറെ താല്പര്യങ്ങൾ കാണും, ജർമ്മനി പോയാൽ അവർക്ക് വേറെ താല്പര്യങ്ങൾ കാണും. ഈ ഒരു താല്പര്യമില്ലാത്ത ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരേ ഒരു രാജ്യവും ഒരേ ഒരു പ്രധാനമന്ത്രിയേ ഉള്ളൂ. അത് നരേന്ദ്രമോദിയാണ്, അത് ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സെലൻസ്കിക്ക് ഇദ്ദേഹത്തിൽ വലിയ വിശ്വാസവും. അത് തന്നെ നമ്മൾ ഒരു ചിത്രത്തിൽ കണ്ടതുപോലെ, നമ്മൾ സാധാരണ ഒരു പക്ഷേ നമ്മളെ അനുജനെ തോളത്ത് കൈയിട്ട് പറഞ്ഞ് ആശ്വസിച്ചു കൊണ്ടുവന്ന പോലെ ഒരു ചിത്രം കണ്ടിരുന്നു. അതൊക്കെ വലിയ അർത്ഥങ്ങൾ തരുന്ന ചിത്രങ്ങളാണ്. അതിന്റെ ബോഡി ലാംഗ്വേജ്, അതായത് നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജും അതോടൊപ്പം തന്നെ സെലൻസ്കിയുടെയും, ഞാനുണ്ട്, നീ ഭയക്കണ്ട എന്ന് പറയുന്ന ഒരു ബോഡി ലാംഗ്വേജ് മോദിയിലും, എന്നെ രക്ഷിക്കണം, എനിക്ക് വേറെ മാർഗമില്ല, അങ്ങയെ കൊണ്ടേ കഴിയൂ എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് സെലൻസ്കിയിലുണ്ട്. അത് സ്വാഭാവികമായും ഈ പറഞ്ഞ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു വിരാമത്തിലേക്ക് നയിക്കും. പിന്നെ സാർ നേരത്തെ പറഞ്ഞാൽ ഈ നോബൽ സമ്മാനത്തിനൊക്കെ മോദിക്ക് അർഹതയുണ്ട്, തീർച്ചയായിട്ടും അർഹതയുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ നോബൽ സമ്മാനം കൊടുക്കുന്നവരാ, അജണ്ടകൾ വെച്ച് കൊടുക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഈ നോബൽ പ്രൈസ്. സ്വാഭാവികമായിട്ടും മോദി അവർ പരിഗണിക്കുന്നതായ തർക്കമൊന്നും വേണ്ട. അതൊക്കെ വരെ സഞ്ചരിച്ചു തുടങ്ങിയിട്ട് കാലമേറെയായി. തീർച്ചയായിട്ടും നോബൽ പ്രൈസിനേക്കാളും എത്രയോ ഉയരാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ലോകത്തിലുള്ള സ്ഥാനം എന്ന്. അപ്പൊ അതുകൊണ്ട് അതിന് കാര്യമില്ല. പക്ഷെ ഒരു ഇന്റർനാഷണൽ ഈ പറഞ്ഞതുപോലെ ഒരു അംഗീകാരം എന്ന തരത്തിൽ നോബൽ പ്രൈസ് ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ചിലപ്പോ നിർദ്ദേശിക്കാം, അത് കൊടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോ കിട്ടിക്കൂടാകുകയില്ല. അല്ല, അങ്ങനെ വന്നാൽ കൊടുക്കാവുന്നതാണ്. നമുക്കറിയാമല്ലോ, മഹാത്മാഗാന്ധി കൊടുത്തു. അതെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സമാധാന ദൂതൻ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ തന്നെ ഭാരതത്തിന്റെ മഹാത്മാഗാന്ധിയാണ്.
അദ്ദേഹത്തിന് നോബൽ പ്രൈസിനെ പരിഗണിക്കാത്ത ആളുകളാണ് ഇവര്. അങ്ങനെയുള്ള ആളുകൾ നരേന്ദ്രമോദിയെ പരിഗണിക്കുമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ സ്ഥാനം ഇതുപോലുള്ള സെലൻസ്കിയെ പോലുള്ള ലോക നേതാക്കളുടെ ഹൃദയത്തിലാണ്, ഭാരതീയരുടെ ഹൃദയത്തിലാണ്. അവർ നോബൽ പ്രൈസിന് അപ്പോഴുള്ള വലിയ സമ്മാനവും പുരസ്കാരവും ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത. എന്തായാലും ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടെ, യുദ്ധം നിൽക്കട്ടെ.